ഞാനും അറിയാതൊരമ്മയായി പോവുക. അതിന്റെ അർത്ഥം എനിക്ക് തന്നോട് ഇഷ്ടമല്ലെന്നല്ല. ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഭൂമിയില് മറ്റാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് താൻ തന്നെയാ. പക്ഷെ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറയരുത് എന്നോട്. അതിന് തന്നോട് ആര് പറഞ്ഞു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ? ഞാനല്ലേ തന്നോട് ആദ്യം പറഞ്ഞത് നമുക്കതിന് നമ്മുടെ കുഞ്ഞായി വളർത്താന്ന്. താനൊരിക്കലും വാക്ക് മാറില്ലെന്നും ജീവൻ തന്ന് എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന എനിക്കറിയാം. പിന്നെന്താ പ്രശ്നം? ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ മുത്തശ്ശി രഹസ്യക്കാരന് സ്വപ്നം താൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും സംഭവിക്കില്ലല്ലോ. താനെന്താണ് കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ചിലപ്പോ അത് വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനയാണെങ്കിലോ? എടോ, താൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ എല്ലാം നെഗറ്റീവായി എടുക്കുന്നേ? ഇത്രയും കാലത്ത് എന്റെ അനുഭവങ്ങളും കൊണ്ട്. എന്തനുഭവം? ഇതിൽ കൂടുതൽ എങ്ങനെയാ തനിക്കൊരു പോസിറ്റീവ് അനുഭവം ഉണ്ടാവേണ്ടത്? എല്ലാ പ്രതിസന്ധികളും തട്ടിമാറ്റി ദൈവം തന്നെ പൊന്നുപോലെ കൊണ്ടു നടന്നില്ല ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ആമി ചേച്ചിക്കും ഗോമതി ചേച്ചിക്കും നമ്മുടെ രഹസ്യം അറിയാൻ തനിക്ക് എന്താ അത്ര ഉറപ്പ്? ആർക്കും ഒന്നും അറിയില്ല, ആരും ഒന്നും അറിയാനും പോകുന്നില്ല. നാവ് പൊന്നായിരിക്കട്ടെ. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ഇനി അഥവാ നാളെ അവൻ അമ്മ കൊല്ലാൻ പോരുന്നവനാണെങ്കിൽ എനിക്കറിയില്ലടോ ഞാൻ എന്തെങ്ങനെയെന്ന്. താൻ എന്നോട് പൊറുക്കണം. പൂജ,